ഞാൻ സത്യസന്ധമായി പറയട്ടെ, കുഞ്ഞ് ജനിക്കുന്ന അന്ന് മുതൽ തുടങ്ങുന്നതാണ് അമ്മയുടെ വേർത്ത് അളക്കുന്ന ഈ സൊസൈറ്റിയുടെ സ്വഭാവം. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവളൊരു നല്ല അമ്മയല്ല, അങ്ങനെ തുടങ്ങുന്നു. ഒരു കാര്യം പറയട്ടെ, അമ്മമാർക്കിടയിൽ നല്ലതും മോശവും എന്നൊന്നുമില്ല. എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കുഞ്ഞുങ്ങൾക്ക് ഫോർമുല ഫീഡ് കൊടുക്കുന്ന അമ്മമാർ കേൾക്കുന്ന ചെറുതൊന്നുമല്ല. ഈ ലോകത്തെ ഏറ്റവും മോശപ്പെട്ട വ്യക്തി അവളാണ് എന്നാണ് സൊസൈറ്റി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന്, കുറ്റപ്പെടുത്താൻ മാത്രം തയ്യാറായിരിക്കുന്ന സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളോടും, രണ്ടാമത്തത്, കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഫിസിക്കലി മെൻ്റലി ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുന്ന ഫോർമുല ഫീഡ് കൊടുക്കുന്ന പുതിയ അമ്മമാരോടുമാണ്. ആദ്യമായിട്ട് ഈ ഉപദേശിക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക മാത്രം ചെയ്യുന്ന ആൾക്കാരോടൊന്ന് പറയട്ടെ, ഒരമ്മ അവരുടെ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ്ങിന് പകരം ഫോർമുല ചൂസ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാവാം. ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ് നല്ലത്, അതെല്ലാ ഫോർമുല മിൽക്ക് പൗഡേഴ്സിൻ്റെയും പുറത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഫോർമുല ഫീഡ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡും ഞങ്ങളുടെ ഫോർമുല ഈ പൗഡറാണ് ബ്രസ്റ്റ് മിൽക്കിനേക്കാളും ബെസ്റ്റ് എന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല, ഇനിയോട്ട് അവകാശപ്പെടാനും പോകുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് മിൽക്കാണ് ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് 6 months. അത് എല്ലാ ഫോർമുല മിൽക്കിൻ്റെയും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ബ്രസ്റ്റ് മിൽക്കാണ് ഫോർമുലയേക്കാളും നല്ലത് എന്ന്. എന്നിട്ടും ഫോർമുല ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനതിൻ്റേതായ കാരണങ്ങളുണ്ടാകാം. ചിലപ്പം ലോ മിൽക്ക് സപ്ലൈ ആയിരിക്കാം, പാല് കുറവുള്ള പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വരാം. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ആയിരിക്കാം, ലാച്ചിങ്ങിൻ്റെ ഇഷ്യൂ ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ സിവിയറായിട്ട് പോസ്റ്റ്മോർട്ടം ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉള്ള സാഹചര്യങ്ങളും ആവാം. പൊതുവെ കുഞ്ഞിന് ഫോർമുല ആണെന്ന് കേൾക്കുമ്പോഴേ ആളുകൾ പറയാൻ തുടങ്ങും, അവൾക്ക് പാലില്ല പോലും, ശ്രമിച്ചില്ല, അത്ര തന്നെ. നിങ്ങൾ ഈ കൊടുക്കുന്ന സ്ട്രെസ്സ് അത് പുതിയ അമ്മമാരെ ശരിക്കും ബാധിക്കും. കുഞ്ഞിനെ നോക്കേണ്ടത് അവർ തന്നെയല്ലേ, അത് നിങ്ങൾ മറന്നു പോവുകയാണ്. ബ്രസ്റ്റ് മിൽക്കാണ് ബെസ്റ്റ്, അത് ആ അമ്മമാർക്കും അറിയാം. ഫോർമുല കൊള്ളില്ല എന്നൊക്കെ പറയുമ്പം അത് അവർക്ക് എന്തുമാത്രം സ്ട്രെസ്സും കുറ്റബോധമായിരിക്കും ഉണ്ടാക്കുന്നത്. നിങ്ങളെ സഹായിക്കാനായിരിക്കും അവരോട് പറയുന്നത്, പക്ഷേ അത് അവരെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അവരൊരുപാട് ശ്രമിച്ചിട്ടും കരഞ്ഞിട്ടും പറ്റാഞ്ഞിട്ടായിരിക്കും, സ്വയം കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. അവരുടെ ആകുലതകളോ മാനസിക പിരിമുറുക്കങ്ങളോ നിങ്ങൾ അറിയുന്നില്ല. അവർ ഫോർമുല ചൂസ് ചെയ്യുന്നത് കെയർലെസ് ആയതുകൊണ്ടോ സെൽഫിഷ് ആയതുകൊണ്ടോ അല്ല, അവരുടേതായ വ്യക്തിപരമായ പല കാരണങ്ങളും അതിന് പിന്നിലുണ്ട്. അവർക്ക് ഈ സമയത്ത് വേണ്ടത് സപ്പോർട്ടാണ്, അല്ലാതെ ഈ കുറ്റപ്പെടുത്തലല്ല. ഫോർമുലയിലും കുഞ്ഞിന് അത്യാവശ്യം വേണ്ട എലമെൻറ്റ്സ്, അത്യാവശ്യം വേണ്ട ന്യൂട്രീഷനൊക്കെ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് പോലെ ഇമ്മ്യൂണിറ്റി അഷ്വർ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ബെസ്റ്റ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഫോർമുല അത്ര മോശവുമല്ല. സോ നെക്സ്റ്റ് ടൈം ഒരു അമ്മ കുഞ്ഞിന് ഫോർമുല കൊടുക്കുന്നത് കണ്ടാൽ, അയ്യോ അതെന്താ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാത്തേ എന്ന് ചോദിച്ച് അവരെ വിഷമിപ്പിക്കുന്നതിന് പകരം അവരോട് നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ, ഇത് അവർക്ക് കുറ്റബോധമാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരം അവരോട് നിങ്ങൾക്കൊന്ന് ചോദിച്ചുകൂടെ, അവർക്ക് സുഖമാണോ, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയുണ്ട് മദർഹുഡ്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവരോടൊന്ന് ചോദിക്കാൻ നിങ്ങൾ ശ്രമിക്കണേ പ്ലീസ്. ഇനി പ്രിയപ്പെട്ട പുതിയ അമ്മമാരോട്, അതായത് ഫോർമുല ഫീഡ് കൊടുക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ചോയ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം കൊണ്ടായിക്കോട്ടെ, മറ്റുള്ളവർ എന്താണ് എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് എന്ന പേടി നിങ്ങൾക്ക് വേണ്ട. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കയറണം. നിങ്ങളൊരു പരാജയമല്ല, നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ അബ്സല്യൂട്ട് ബെസ്റ്റാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് നൽകുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളോടുള്ള സ്നേഹം ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവ് കൊണ്ടല്ല തീരുമാനിക്കുന്നത്. സൊസൈറ്റിയുടെ കുറ്റപ്പെടുത്തലിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകുന്നത് അമ്മ ആയാൽ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെയുള്ള ആ ഒരു പ്രഷറിൽ നിന്നാണ്. മദർഹുഡ് ഒരിക്കലും പെർഫെക്ഷൻ അല്ല അളക്കുന്നത്, അതല്ല അതിൻ്റെ അർത്ഥം. ഫോർമുല കൊടുക്കാമെന്ന് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങളുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്, അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കേണ്ടത് കുഞ്ഞിന് അത്യാവശ്യമാണ്. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഇറ്റ്സ് ഓക്കെ ടു ക്രൈ.
അങ്ങനെ നിങ്ങൾക്കൊരു റിലീഫ് കിട്ടുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളാണ് ബെസ്റ്റ്. അത് ബ്രസ്റ്റ് ഫീഡിങ് മം ആയിക്കൊള്ളട്ടെ, ഫോർമുല ഫീഡിങ് മം ആയിക്കോട്ടെ, ആരായാലും നിങ്ങളുടെ കുഞ്ഞിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങളാണ്. ഫോർമുല കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളൊരു മോശം അമ്മയല്ല, സെൽഫിഷുമല്ല. നിങ്ങൾ സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ബുദ്ധിയുള്ള അമ്മയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് ബെസ്റ്റ് എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. നിങ്ങൾക്കറിയാവുന്ന പോലെ അത് മറ്റുള്ള ആർക്കും അറിയില്ല. കുഞ്ഞ് ഓർക്കാൻ പോകുന്നത് നിങ്ങളിൽ കൊടുത്ത ഈ ബോട്ടിലുകളുടെ എണ്ണമോ അല്ലെങ്കിൽ കുടിച്ച ബ്രസ്റ്റ് മിൽക്കിൻ്റെ അളവോ ഒന്നുമല്ല, നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരിചരണവുമാണ്. സോ ബി ഹാപ്പി. അതാണ് നിങ്ങളുടെ കുഞ്ഞിന് അത്യാവശ്യം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി ഫോർ യു ബേബി.